ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ വിശദീകരണങ്ങളാണ്. അതിന് എടുത്തിരിക്കുന്നതായിട്ടുള്ള ഫയല് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തക വിശദീകരണം എന്ന ഒരു ഫയലാണ്. അതില് മഞ്ഞയിൽ ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ വിശദീകരണങ്ങളാണ്. ഇറ്റാലിക്സിൽ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന വചനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇല്ലാത്തതും ബൈബിളിലെ മറ്റ് അധ്യായങ്ങളിൽ ഉള്ളതുമാണ്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം തുടങ്ങാം. അതിൽ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത്, അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലയിട്ടു. ഇത് ചിത്രത്തിൽ കൂടെ നമുക്കൊന്ന് കാണാം. ഇതാണ് ശുദ്ധീകരിക്കപ്പെട്ട ഭൂമി എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലാണ് ഈ അഗാധ കൂപം എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലാണ്. ആ അഗാധ കൂപത്തിലാണ് വെട്ടുക്കിളികളെ ബന്ധിച്ച് ഇട്ടിരിക്കുന്നത്. പൈശാചിക ആത്മാക്കളാണത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിശാചിനെ ഇതില് ബന്ധിക്കും. 1000 കൊല്ലം അതിലിങ്ങനെ വീണുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത വാക്യം വായിക്കാം. 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അതും ഒന്ന് നോക്കാം. അല്പകാലം എന്ന് പറയുന്നത് ഇതാണ്. ഇത് 1000 ആണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ. 1000 ആണ്ട് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് അഴിച്ചുവിടും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അടുത്ത വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തിന്റെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനൂടെ വാണു. ഇത് നമുക്കൊന്ന് നോക്കാം. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്കും തൊട്ടു മുമ്പായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് ഇതാണ്. ന്യായാസനങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ന്യായാസനമല്ല, യേശു ക്രിസ്തുവാണ് അതിന്റെ പ്രധാന ആള്. എങ്കിലും പല സ്വർഗീയ വിശുദ്ധന്മാരുമാണ് പ്രതിഫല വിഭജനത്തിന്റെ ന്യായവിധി നടത്തുന്നത് എന്നാണ് പറയുന്നത്. ആ വിധിക്ക് വരുന്നതായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് തല ഛേദിക്കപ്പെട്ടു, മൃഗത്തിന്റെ അതിന്റെ പ്രതിമ നമസ്കരിക്കുന്ന നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരെ ആത്മാക്കളെ കണ്ടു. അതായത് ഈ തരത്തിൽ അനവധി കഷ്ടം അനുഭവിച്ച ആൾക്കാരെ പോലെയുള്ളവരാണ് ആ ന്യായാസനങ്ങളിൽ വരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് വാഴുമെന്ന് പറയുന്നു. താൽക്കാലിക സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലം 2-ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ആ സ്ഥലം തന്നെയാണത്, ഈ താൽക്കാലിക സ്വർഗം. ഇവിടെ ആണ് ഈ എല്ലാ രക്ഷിക്കപ്പെട്ട ആത്മാക്കളും പോകുന്നത്. അവിടെ കിടക്കുന്നതായിട്ടുള്ള അതിൽ വളരെ കഷ്ടം അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ, ക്രിസ്തുവിൻ്റെ കാലത്തെ ആൾക്കാരും ഇതിലുണ്ടാവും. അങ്ങനെയുള്ള കഷ്ടം അനുഭവിച്ച കുറച്ച് ഭാഗം ആൾക്കാരാണ് അടുത്ത പുനരുദ്ധാനത്തിൽ വരുന്നത്. അവര് ഈ ന്യായാസനത്തിലേക്കാണ് ഈ വരുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം പല ന്യായാസനങ്ങളുള്ളതായിട്ടാണ് പറയുന്നത്. അതിന്റെ പ്രധാന ആള് യേശു ക്രിസ്തു ആണ്. അവർക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ട് അവര് ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. അടുത്ത വാക്യം വായിക്കാം. ഈ ന്യായവിധി പുനരുദ്ധാനവും ഉൾപ്രാവണവും പ്രാപിച്ച വിശുദ്ധന്മാർക്കുള്ള പ്രതിഫല വിഭജനമാണ്. പുനരുദ്ധാനം പ്രാപിക്കുന്നത് ആ സമയത്താണ്. പിന്നെ മരിച്ചവരിന് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഈ ചിത്രം തന്നെ എടുക്കാം. മരിച്ചതിന് ശേഷമുള്ളവരാരാ? രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ഇതിൽ പിന്നെയും കിടപ്പുണ്ട്. അവര് 1000 ആണ്ട് കഴിയുന്നവരെ പിന്നെയും ജീവിച്ചില്ല. 1 കൊരിന്ത്യർ 15:52 പറഞ്ഞിരിക്കുന്നത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പുനരുദ്ധാനവും ഉൾപ്രാവണവും പ്രാപിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാഹളനാദം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഉൾപ്രാവണത്തെക്കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവര് മരിച്ച ആൾക്കാരെ കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എങ്കിലും പുനരുദ്ധാനത്തിന് ശേഷം ഉൾപ്രാവണം ഉണ്ടാകും, വളരെ കുറച്ചു പേർക്ക് ആണെങ്കിലും എന്ന് വചനം പറയുന്നു. അത് ഈ പറഞ്ഞ പോലെ. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. 2-ാം മരണം എന്ന് പറയുന്നത് എന്താണ്? അന്ത്യന്യായവിധിയിൽ വരുന്നതായിട്ടുള്ള നരകവിധിയെ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് ഈ കാണിക്കുന്നത്. അതിന്റെ ഇന്റർനെറ്റിൽ നിന്നും എടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ചിത്രമാണ്. ഇവിടെയാണ് യേശുക്രിസ്തു ഇരുന്ന് ഭരിക്കുന്നതായിട്ട് കാണുന്നത്. ഒരു വെളിച്ചമാരി കാണിച്ചിരിക്കുന്നു. അവിടെ കൂടെയുള്ളത് സ്വർഗീയ വിശുദ്ധന്മാരും അതുപോലെ തന്നെ 144,000 പേരുമാണ്. പിന്നെ ബാക്കിയുള്ള പുനരുദ്ധാനവും ഉൾപ്രാവണവും പ്രാപിച്ച
വിശുദ്ധന്മാർ അവിടെ തന്നെയുണ്ട്. യേശുക്രിസ്തുവിന്റെ നേരെ അടുത്തല്ല. യെരൂശലേമിലാണല്ലോ യേശുക്രിസ്തു ഭരിക്കുന്നത്. അവിടെ തന്നെ മറ്റുള്ള വിശുദ്ധന്മാരും ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സിയോൻ പർവ്വതം, ഇവിടെയാണ് സിയോൻ പർവ്വതം. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്തിന്റെ ഒരു പിക്ചറായിട്ട് കാണിച്ചിരിക്കുന്നതാണ് അത്. അതുകൂടാതെ അവിടെ വരുന്ന വിശുദ്ധന്മാർ എന്ന് പറയുന്നത് യേശുക്രിസ്തു വരുന്ന സമയത്ത് രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനവും, അതുകൂടാതെ അന്തിക്രിസ്തുവിന്റെ മുദ്രയുള്ള ലോകത്തിലെ ജാതികളുമാണ് ഭൂമിയിലുള്ളത്. ആ ഭൂമിയിലുള്ള അന്തിക്രിസ്തുവിന്റെ മുദ്രയുള്ള ആൾക്കാരെ ഭരിക്കുന്നത് ഇസ്രായേൽ ജനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അടുത്ത വചനം വായിക്കുക. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അത് പുനരുദ്ധാനം ഉൾപ്രാവണം പ്രാപിച്ച ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഈ പുനരുദ്ധാനം എല്ലാ വിശുദ്ധന്മാർക്കും ഉള്ളതല്ല. അന്തിക്രിസ്തുവിന്റെ കാലത്ത് ശിരച്ഛേദം ചെയ്യപ്പെട്ട വിശുദ്ധന്മാരെ പോലെയുള്ളവർക്കാണിത്. മറ്റുള്ളവർക്കുള്ള വിധി അന്ത്യവിധി സമയത്താണ്. രണ്ടാമത്തെയും അവസാനത്തെയായ വിധി സമയത്ത് ഉള്ള സിംഹാസന വിധി മറ്റുള്ള വിശുദ്ധന്മാരും യാഥാന സ്ഥലത്ത് കിടക്കുന്ന നഷ്ടപ്പെട്ട ആത്മാക്കളും അവനവന്റെ പ്രവൃത്തികൾക്ക് ഒത്ത വിധിക്കായി വരേണ്ടി വരും. പ്രധാന ചിത്രത്തിൽ നെബൂഖദ്നേസർ മുതൽ എത്തിയവരെ ഇത് കാണിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന അവിടെയുള്ള വിധിന് ശേഷമാണ് ഇവരെല്ലാം 1000 ആണ്ട് വാഴ്ചയിടും. എന്നാൽ മറ്റുള്ളവരെല്ലാം വരുന്നത് അന്ത്യന്യായ വിധിയിലേക്കാണ്. അതായത് തൽക്കാലിക സ്വർഗത്തിൽ കിടക്കുന്നതായിട്ടുള്ള മറ്റുള്ള ആത്മാക്കളും പിന്നെ യാതനാ സ്ഥലത്ത് കിടക്കുന്നവരും ഇവിടെ വിധിക്കായിട്ട് വരേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് വായിക്കാം. ക്രിസ്തുവിന്റെയും വിശുദ്ധന്മാരുടെയും ഈ ലോകത്ത് 1000 ആണ്ട് വാഴ്ച അനുഗ്രഹീതമായ കാലമായിരിക്കും എന്ന് മേൽപ്പറഞ്ഞ വചനത്തിൽ കാണുന്നു. ഇവിടെ എന്തെഴുതിയിരിക്കുന്നത് അത് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനാവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗ്യമുള്ള ഒരു അവസ്ഥയാണ് ഈ 1000 ആണ്ട് വർഷകാലത്ത് ഉണ്ടാകുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഈ കാലത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് പഴയ നിയമത്തിലെ തിരുവചനങ്ങൾ 59 മുതൽ 67 പേജുകളിൽ കൊടുത്തിരിക്കുന്നു. അത് അവസാനം വായിക്കാം. ഇപ്പൊ അതൊന്ന് കാണിക്കാം. 1000 ആണ്ട് വാഴ്ചക്കാലത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവചനത്തില്, അതുപോലെ തന്നെ യിരെമ്യായിൽ പറഞ്ഞിട്ടുണ്ട്, എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദാനിയേലിൽ പറഞ്ഞിട്ടുണ്ട്, മീഖായിൽ പറഞ്ഞിട്ടുണ്ട്, സെഖര്യാവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അവസാനം നമുക്കത് വായിക്കാം അതെന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇനി തിരിച്ച് പഴയതിലേക്ക് പോവാം. പുതിയ യെരൂശലേമിൽ നദിയുടെ അക്കരയും ഇക്കരയും ഒരു വൃക്ഷം മാത്രമുള്ളപ്പോൾ ഇവിടെയുള്ള നദിയുടെ അക്കരയും ഇക്കരയും അനവധി വൃക്ഷങ്ങളാണ് ഉള്ളത്. ഈ വൃക്ഷങ്ങളുടെ ഇലകൾ ജാതികളുടെ രോഗശാന്തിക്കായി ഉപയോഗിക്കും. എസെക്കിയേൽ 47:12 പറഞ്ഞിരിക്കുന്നതാണ്. അക്കരയും ഇക്കരയും അനവധി വൃക്ഷങ്ങളുണ്ട്. കണ്ടോ, ഈ നദി ഇവിടെ യേശുക്രിസ്തു ഇരിക്കുന്നു, ഇവിടുന്ന് ഒരു നദി ഇങ്ങനെ ഒഴുകുന്നു, അതിന്റെ അപ്പുറം ഇപ്പുറം അനവധി വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഉപയോഗിക്കാം മനുഷ്യർക്ക്. അതുപോലെ തന്നെ വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്കും ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് എസെക്കിയേൽ 47:12 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ എന്തെഴുതിയിരിക്കുന്നത്? 47:12 വായിക്കാം. നദിയുടെ ഇക്കരെ അക്കരയും തിന്നാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാളുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാൻ ഇല ചികിത്സയ്ക്ക് ഉതവും. അവിടെയുള്ള ജാതികൾക്ക് ഈ ഇല ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാ പറയുന്നത്. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽപ്പോളയിൽ ഗോഗുമാകും എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. ചിത്രത്തിൽ കണ്ടതുപോലെ 1000 ആണ്ട് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാത്താനെ ഈ അഗാധ കൂപത്തിൽ നിന്ന് പുറത്തേക്ക് അഴിച്ചുവിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാത്താൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോഗ് ഗോഗ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഡ്രാഗൺ ആണ്. മാഗോഗ് ദേശത്തിലെ ഗോഗെ എന്നാണ് പറയുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം മാഗോഗ് യുദ്ധം വീണ്ടും വരും. ഗോഗ് എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ആണെന്ന് പറഞ്ഞില്ല. ആ ഡ്രാഗൺ പിന്നെയും മനുഷ്യരെ യേശുക്രിസ്തുവിനും വിശുദ്ധന്മാർക്കെതിരായിട്ട് യുദ്ധത്തിന് വരും എന്നാണ് പറയുന്നത്. 9-ാം വാക്യം. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ വളയത്തെയും പ്രിയ നഗരത്തെയും വളയും, എന്നാൽ ആകാശത്ത് തീയിറക്കി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കളപ്രവാഹനം കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ആ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ നമുക്കൊന്ന് നോക്കാം. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താൻ യുദ്ധത്തിന് പല ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് യേശുക്രിസ്തുവിനും വിശുദ്ധന്മാർക്കെതിരായിട്ട് യുദ്ധത്തിന് ചെല്ലുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ ആകാശം ഇറക്കി യേശുക്രിസ്തു അവരെ കൊന്നുകളയും, സാത്താനെ നരകത്തിലേക്ക് തള്ളിക്കളയും. ഇതാണ് ഈ നരകമായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത വചനം വായിക്കാം. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഗോഗുമാഗു എന്നവരെ സാത്താൻ ക്രിസ്തുവിനും വിശുദ്ധന്മാർക്കെതിരെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കും, എന്ന ആകാശത്ത് തീയിറക്കി അവരെ നശിപ്പിക്കുക പറഞ്ഞു. എന്നാൽ ദൈവത്തിനുള്ള മനുഷ്യർ പിന്നെയും ഭൂമിയിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. പാപികളായ മനുഷ്യരുടെ നാശത്തിന് ശേഷം
ഭൂമിയെ നശിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വിശുദ്ധന്മാർക്ക് രൂപാന്തരം പ്രാപിക്കുകയും പിന്നീട് അന്ത്യവിധിയിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധ്യത. പക്ഷെ ഇക്കാര്യം ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല. പിന്നെ ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമി ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ആകാശത്തെ പിന്നെ അവിടെ കണ്ടില്ലെന്ന് പറയുന്നു. ആകാശം ആ സമയത്ത് അവിടെ നിന്ന് മാറിപ്പോവും എന്നാണ് പറയുന്നത്. ആകാശം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലങ്ങളും ഗ്രഹങ്ങളും സൂര്യനും ഒക്കെയാണ്. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇതാണ് രണ്ടാമത്തെ മരണമായിട്ട് പറയുന്നത്. ഈ അന്ത്യവിധി കഴിഞ്ഞിട്ട് നരകത്തിൽ പോകുന്നതാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ: രക്ഷിക്കപ്പെട്ടവരായാലും അല്ലാത്തവരായാലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജഡം ഭൂമിയിലോ സമുദ്രത്തിലോ ലയിച്ചു വരും. രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ താൽക്കാലിക സ്വർഗത്തിലും രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കൾ യാതനാസ്ഥലത്തുമായിരിക്കും. യാതനാസ്ഥലത്ത് ഉള്ളവരുടെ ആത്മാക്കൾ ദുരാത്മാക്കളുടെ മരണം എന്ന് പറയുന്നത് ദുരാത്മാക്കളാണെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രണത്തിലായിരിക്കും. ദുരാത്മാക്കളെയും അന്ത്യന്യായവിധിയിലേക്ക് കൊണ്ടുവരും. പിന്നീട് അവരെ തടാകത്തിലേക്ക് തള്ളിക്കളയും. ഈ അന്ത്യവിധി സമയത്ത് അവിടെ വരുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് ഈ രക്ഷിക്കപ്പെട്ട താൽക്കാലിക സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാർ, അതുകൂടാതെ വരുന്നത് എന്ന് പറയുന്നത് യാതനാ സ്ഥലത്ത് കിടക്കുന്നതായിട്ടുള്ള നരക ശിക്ഷയ്ക്ക് യോഗ്യമായിട്ടുള്ള ആത്മാക്കൾ. ഇത് രണ്ടുമാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അതിൽ രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകും, മറ്റുള്ളവര് എല്ലാം ഇവിടെ പോകും, നരകത്തിലേക്ക് പോകും. ഓരോരുത്തർക്കും പലതരത്തിലുള്ള വിധിയാണ്, എല്ലാവർക്കും ഒരേ വിധിയല്ല. ഈ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർക്കും ഒരേ വിധിയല്ല, പലർക്കും പലതരത്തിലുള്ള വിധിയാണ്. അത് അവർക്ക് അവിടെ സ്വർഗീയമായ കാര്യങ്ങൾ വളരെ സങ്കീർണമായതുകൊണ്ട് അത് ഏത് തരത്തിലുള്ളതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇവിടെ പോകുന്നത്, പക്ഷെ അവർക്ക് അവിടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അവിടെ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ പ്രവൃത്തികളുടെ അനുസരിച്ച് പ്രതിഫലമാണ് കൊടുക്കുന്നത്. പിന്നെ കോലാടുകളുടെ കൂട്ടത്തിൽ പെട്ടുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ അവർക്ക് നരകത്തിലും പല സ്ഥലത്തുള്ള വിധിയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് അവര് നീ നരകത്തിലേക്ക് തള്ളിക്കളയും, ഭൂമിയെയും അതിലേക്ക് ഇരയാക്കും. ഭൂമിയുടെ കാര്യം പറഞ്ഞല്ലോ, ഭൂമിയെ നരകത്തിലേക്ക് തള്ളിയിട്ടു. അടുത്ത എക്സ്പ്ലനേഷൻ: രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ എല്ലാ ആത്മാക്കളും ശരീരത്തോടെ എഴുന്നേൽക്കും. പിന്നീട് അവർ അന്ത്യന്യായ വിധിയിൽ വരും. ആദ്യത്തെ പുനരുദ്ധാനത്തിൽ വിശുദ്ധന്മാർ അന്ത്യന്യായ വിധിയിൽ ഉണ്ടാവുകയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉള്ള വിധി കഴിഞ്ഞുകൊണ്ട് തന്നെയല്ല. 12-ാം വാക്യത്തിൽ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. 1000 ആണ്ടിലെ വിശുദ്ധന്മാർ ഈ സമയം ജീവനുള്ളവരാണ്. അതുകൊണ്ട് ഈ അന്ത്യന്യായവിധിയിൽ അവർ വരികയില്ല. കാരണം ജീവനുള്ളവർക്ക് വിധിയില്ല എന്നല്ല പറയുന്നത്. മരിച്ചവരാണ് ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ആ സമയത്ത് 1000 ആണ്ടിലുള്ളവരെല്ലാവരും ജീവനുള്ളവരായതുകൊണ്ട് അവർക്ക് ഒറ്റ വിധിയുള്ളൂ എന്ന് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാവും. താൽക്കാലിക സ്വർഗത്തിലും യാതനാസ്ഥലത്തുമുള്ളവരെ ചെമ്മരിയാട്, കോലാട് എന്നീ വിഭാഗത്തിൽപ്പെടുത്തി ഒരു കൂട്ടരെ ചെമ്മരിയാട് പുതിയ യെരൂശലേമിലേക്കും മറ്റുള്ളവരെ കോലാട് നരകത്തിലേക്ക് അയക്കും. അത് നമ്മളുടെ ചിത്രത്തിൽ കണ്ടല്ലോ. അന്ത്യന്യായവിധിയിൽ വരുന്നവരെ ചെമ്മരിയാടുകൾ വിഭാഗത്തിലുള്ളവർ ഇങ്ങോട്ട് പോയി, മറ്റവര് നരകത്തിൽ പോയി, കോലാടുകൾ. അവർക്ക് എല്ലാവർക്കും പ്രവൃത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലമാണ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത വചനം എടുക്കാം: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരാരാ? ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാരാണ് ജീവപുസ്തകത്തിൽ പേരില്ലാത്തവര്. അവരെല്ലാവരും നരകത്തിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഈ ദുരാത്മാക്കള് നരകത്തിൽ പോകുന്നത് സ്വർഗത്തിൽ പോകുന്ന വിശുദ്ധന്മാരാൽ വിധിക്കപ്പെട്ടിട്ടാണ്. അന്ന് പറഞ്ഞിരിക്കുന്നത് 1 കൊറിന്തോസ് 6-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് പറയുന്നത്. ദൂതന്മാരെ നിങ്ങൾ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ വരാൻ പോലും ദുരാത്മാക്കളെ അനുവദിക്കില്ല. അതിനു മുമ്പ് തന്നെ നരകത്തിലേക്ക് നേരെ അങ്ങോട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത്. മുമ്പ് 2-ാമത്തെ വീഡിയോയിലും ഈ വിധിയെക്കുറിച്ചും ആരൊക്കെയാണ് നരകത്തിൽ പോകുന്നത്, ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കെട്ടിടമാണ്. പിന്നെ ഇവിടെ നിന്നും ആൾക്കാർക്ക് ഒറിജിനൽ സ്വർഗത്തിലേക്ക് പോകാനൊക്കെ ദൈവം അനുവദിക്കുമായിരിക്കും. കാരണം 12 ഗേറ്റ് അതിനുള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ പുതിയ യെരൂശലേമിന്റെ മതിലിന് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഗേറ്റുകളാണെന്നാണ് പറയുന്നത്. ആ ഗേറ്റിൽ കൂടെ ആൾക്കാർക്ക് പോകാൻ വരും. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ വെറുതെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയല്ല. അപ്പോൾ ഓരോരുത്തർക്ക് അവർക്കുള്ള പ്രതിഫലം അനുസരിച്ച് ഒറിജിനൽ സ്വർഗത്തിലേക്ക് പോകാനും അതിൽ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ
പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു എൻട്രൻസ് എക്സിറ്റ് അവിടെ ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം. പിന്നെ നരകത്തിൽ പോകുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അതാരാ പോകുന്നത്? ഒന്നാമത്തെ പോയതാരാ? അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും പോയി. അത് കഴിയുമ്പോൾ പിശാച് പോയി. അത് കഴിഞ്ഞിട്ട് ഭൂമി പോയി. ഭൂമി മൊത്തം പതാളത്തേക്ക് തള്ളിയിടും. അത് കഴിഞ്ഞാൽ ദുരാത്മാക്കൾ, രക്ഷിക്കപ്പെട്ട ആത്മാക്കളുടെ വിധിയാൽ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ പോകുന്നത് ആരാ? നഷ്ടപ്പെട്ട ആത്മാക്കൾ. അതായത് ശിക്ഷാവിധിക്ക് അർഹമായ ആത്മാക്കൾ. അത് നരകത്തിന്റെ പല തട്ടുകളിലേക്ക് പോകും. അപ്പൊ അങ്ങനെ എത്ര വകുപ്പാ പോകുന്നത്? അന്ത്യക്രിസ്തുവും കള്ളപ്രവാചകനും, പിന്നെ സാത്താൻ, പിന്നെ അത് കഴിഞ്ഞാൽ പോകുന്നത് ഏതാ? പാതാളം. അത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആത്മാക്കൾ. അത് കഴിഞ്ഞാൽ മരണം, അതായത് ദുരാത്മാക്കൾ. അതെല്ലാം കൂടി 1, 2, 3, 4, 5 വകുപ്പ് പോകുന്നുണ്ട് നരകത്തിൽ. അതേസമയം 3 വകുപ്പ് എവിടേക്ക് പോകുന്നത്? പുതിയ യെരൂശലേമിൽ പോകും. പിന്നെ പുതിയ യെരൂശലേമിനെ കുറിച്ചൊരു കാര്യം നമ്മൾ പറഞ്ഞു. ഒരു വൃക്ഷമേ അവിടെ ഉള്ളൂ. അതേസമയം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അവിടെ ഒരു വൃക്ഷമല്ല, അവിടെ അനവധി വൃക്ഷങ്ങൾ ഈ നദിയുടെ അക്കരെ ഇക്കരയും ഉണ്ട്. ഇതിപ്പോൾ ഈ നദിയുടെ അക്കരെ ഒരൊറ്റെണ്ണേ ഉള്ളൂ. നദിയുടെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ അത് ഒറ്റ വൃക്ഷം ഒന്നാണ്. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ദൈവവചനങ്ങളാണ്. യെശയ്യാ പ്രവചനത്തിലാണ് അത് കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അത് അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അത് എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ അല്പം എഴുതി എന്നുള്ളതല്ലാതെ പ്രധാനമായിട്ടുള്ളതെല്ലാം വരുന്നത് ഈ യെശയ്യാ പ്രവചനത്തിലും എസെക്കിയേലിലൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. 1000 ആണ്ടിലെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചില എക്സ്പ്ലനേഷൻ മാത്രം എഴുതിയത് ഞാൻ വായിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വായിക്കാം. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ മേഘസ്തംഭവും രാത്രി അഗ്നികോണുമായി നടത്തിയതുപോലെ ശുദ്ധീകരിക്കപ്പെട്ട പുതിയ ഭൂമിയിലുള്ള ജനങ്ങളെ ദൈവം പരിപാലിക്കും. അത്രയും ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. കൺട്രോൾഡായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും എന്നാണ് അതിൽ മുകളിലുള്ള വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ സമയം ഇസ്രായേൽ മക്കൾ ഭൂമിയിലെ ജാതികളെ വാഴും. അതും പറയുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് യെശയ്യാ 14:2 ജാതികൾ വെച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അടുത്ത എക്സ്പ്ലനേഷൻ ഇക്കാലത്ത് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം അതിശയകരമായി വർദ്ധിക്കുന്നു, 7 ഇരട്ടിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള വചനങ്ങളെല്ലാം ഇവിടെ കാണിച്ചു. പിന്നെ അടുത്ത എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത് സങ്കടങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ല, മരുഭൂമി ഉണ്ടാവുകയില്ല. ഭൂമിയിൽ ധാരാളം ശുദ്ധജലവും വലിയ റോഡുകളും ഉണ്ടായിരിക്കും. ഹൈവേസ് ഒക്കെ അനവധി ഉണ്ടാവും. മരുഭൂമിയില്ല, ശുദ്ധജലം അനവധി ഉണ്ടാവും. മനുഷ്യരുടെ ആയുസ് 1000 വർഷത്തിൽ അധികമായി വർദ്ധിക്കും. ആദാമിന്റെ അവയുടെ സൃഷ്ടിച്ച കാലത്ത് ഉണ്ടായിരുന്ന പോലെ വന്യമൃഗങ്ങൾ സസ്യഭുക്കുകളായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചെന്നായും കുഞ്ഞാട് ഒരുമിച്ച്, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് കൊടിയ ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. അപ്പൊ അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ സമയത്ത് ജാതികൾക്ക് നദിക്ക് ഇക്കരയും അക്കരയുമുള്ള വൃക്ഷങ്ങളുടെ ഇല രോഗശാന്തിക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് പറഞ്ഞിരിക്കുന്നത് നദീതീരത്ത് ഇക്കരെ അക്കരയും തിന്നാന്നൊക്കെ ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല പാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധവനത്തിൽ നിന്ന് ഒഴുകുന്നുണ്ടാകും. മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സിക്കുന്നു. ഈ കാലഘട്ടത്തില് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ 12 ഇസ്രായേൽ ഗോത്രങ്ങളെ വിധിക്കും. അത് പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 19:28. യേശു അവരോട് പറഞ്ഞത്, എന്നെ നിയമിച്ചിരിക്കുന്ന നിങ്ങൾ പുറജനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അത് ഈ സമയത്താണ് സംഭവിക്കുന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളെ വിധിക്കുന്നത് ആത്മീയ ശരീരമുള്ള 12 അപ്പോസ്തലന്മാരായിരിക്കും. അതേസമയം അവിടെയുള്ള ഭൗതിക ശരീരമുള്ള ഇസ്രായേൽ ജനം, അവിടെയുള്ള ക്രിസ്തുവിന്റെ മുദ്ര ഉള്ള ആൾക്കാരെ ഭരിക്കുമെന്ന് പറയുന്നത്. മുദ്രയുള്ള ആൾക്കാരും പിന്നെ അവരെ മക്കളായിട്ട് അന്ത്യക്രിസ്തുവിന്റെ മുദ്രയില്ലാത്ത ആൾക്കാർ ജനിക്കും. അവര് കൂടിയും ഈ ഇസ്രായേൽ ജനമായിരിക്കും ഭരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.